ഐ വിഷ് ഇതെനിക്ക് മുന്നേ മനസ്സിലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, കത്തുന്ന ട്യൂബ്ലൈറ്റ് അല്ലെങ്കിൽ ബൾബിൻ്റെ മുന്നിൽ നിറയെ പ്രാണികൾ ജീവജന്തുക്കളൊക്കെ വന്നു. ഇന്നലെ എന്നോട് ഒരാൾ പറഞ്ഞ്, നീ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ അതിൻ്റെ മുന്നിൽ ലൈറ്റ് അണയുമ്പം ഒരു പ്രാണി പോലും അതിൻ്റെ ചുറ്റും ഉണ്ടാവില്ല. കാരണം നമ്മൾ ഷൈൻ ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ ലൈഫിൽ നമ്മൾ മുന്നേറുമ്പോൾ മാത്രമേ നമ്മുടെ കൂടെ ആളുകൾ നിറയെ പേരും ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾ ഡിം ആവുമ്പോൾ നമ്മുടെ കൂടെ ആരും നിൽക്കാറില്ല. അതെപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാനപ്പോൾ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് തിങ്ക് ചെയ്യും. നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ദുഃഖം തന്നിട്ടുള്ള ഒരാളോട് നിങ്ങൾ എപ്പോഴെങ്കിലും താങ്ക്സ് പറഞ്ഞിട്ടുണ്ടോ? മുഖത്ത് നോക്കി താങ്ക്സ് പറഞ്ഞിട്ടില്ലെങ്കിലും മനസ്സിൻ്റെ ഉള്ളിനുള്ളിൽ എപ്പോഴെങ്കിലും താങ്ക്സ് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറയുന്നത് നിങ്ങളങ്ങനെ പറയണം എന്നാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ ലൈഫിൽ അങ്ങനെ കുറേ പേര് വന്നിട്ടാണ് ഇന്ന് ഇരിക്കുന്ന നമ്മളായിട്ടുള്ളത്. കാരണം ഇന്നലെ എനിക്കത് മനസ്സിലായി. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ അങ്ങനെ ഒരാൾ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ കുറേ ആളുകൾ വന്നിട്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പോയി വിഷമം കൊടുത്തില്ലെങ്കിൽ നമ്മളുടെ മനസ്സിലുള്ള കോൺഫിഡൻസ്, നമ്മുടെ ശക്തി, അതിനെക്കുറിച്ചൊന്നും നമുക്ക് ഒരിക്കലും മനസ്സിലാവത്തില്ല. ആ ഒരു കോൺഫിഡൻസ് ഒക്കെ നമുക്ക് വന്ന് ചിലപ്പം ആ ഒരു പ്രശ്നം നമ്മുടെ ലൈഫിൽ ഉണ്ടായതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ അവരോട് ഞാൻ എപ്പോഴെങ്കിലും നന്ദി പറയും. കാരണം നിങ്ങൾ അന്ന് അങ്ങനെ ചെയ്തുകൊണ്ടാണ് എനിക്കിപ്പോൾ ലൈഫിൽ ഇങ്ങനെ ബെറ്റർ ആവാൻ പറ്റിയത്. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിൽ അവർക്ക് നന്ദി പറയണം. കാരണം നിങ്ങളിത് ബെറ്റർ ആവാൻ കാരണം അവരാണ്. അവർ നിന്ന് അന്ന് മനസ്സ് വിഷമിപ്പിച്ചതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. മോൾക്ക് തുലാഫാൻ നടത്താൻ വേണ്ടി വെട്ടിക്കോട്ടും മണ്ണാർശാലയിലും പോയതാണ്. വളരെ സന്തോഷമായിട്ടൊരു ദിവസമായിരുന്നു. അച്ഛൻ്റെ അമ്മയുടെ കൂടെ വളരെ അടിപൊളി ഒരു ട്രിപ്പായിരുന്നു. നിങ്ങൾ മുതൽ ട്രിപ്പ് എൻജോയ് ചെയ്ത് കോമ്പാക്ട് പൗഡർ ഞാൻ സ്ക്രീനിൽ ടാഗ് ചെയ്തേക്കാം. ട്രൈ